ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് മെയിൻ ആയിട്ടുള്ള എയർവേ അഡ്വൻസിനെ പറ്റിയിട്ടാണ്. OPA ആൻഡ് NPA, ഓവോഫാരിഞ്ചൽ എയർവേ ആൻഡ് നാസോഫാരിഞ്ചൽ എയർവേ. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാം, ഏതൊക്കെ സിറ്റുവേഷനിൽ ഇത് യൂസ് ചെയ്യാതിരിക്കാം, ഇത് കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദി വീഡിയോ ഗൈസ്. OPA, NPA, ഓവോഫാരിഞ്ചൽ എയർവേ. നമ്മൾ പേര് പോലെ തന്നെ വായിലൂടെ ഇൻസേർട്ട് ചെയ്യുന്ന എയർവേ അഡ്വൻസ് ആണ് ഓവോഫാരിഞ്ചൽ എയർവേ. ഇതില് നമ്മൾ പല സൈസസിൽ ഇത് അവൈലബിൾ ആണ്. അക്യുറേറ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള സൈസ് സെലക്ഷൻ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എങ്ങനെയാണ് ഇതിന്റെ സൈസ് സെലക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു OPA എടുക്കുക. നമ്മുടെ കോർണർ ഓഫ് മൗത്ത് നിന്ന് ആംഗിൾ ഓഫ് ദി ജോയുടെ ആംഗിൾ അല്ലേ അവിടുത്തെ വരെ വെക്കുക. ആ ഒരു സൈസിൽ വരുന്ന OPAs ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഇത് നമ്മൾ ഒരു ഗാഗർ ഫ്ലക്സിലുള്ള പേഷ്യൻസിന് യൂസ് ചെയ്യാൻ പാടില്ല. കോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസിൽ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റ് ചോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ ഒരു എയർവേ ത്രെട്ടൻഡ് ആയിട്ടുള്ള പേഷ്യന്റ് ആണല്ലോ നമ്മൾ ഈ OPAs ഒക്കെ ഇൻസേർട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള പേഷ്യൻസിൽ ഇത് ഇൻസേർട്ട് ചെയ്യുന്നത് പേഷ്യന്റ് കുറച്ചുകൂടി വൊമിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് പേഷ്യന്റിന് ഫുള്ളി ആയിട്ട് പുറത്തേക്ക് വൊമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് തിരിച്ച് ലങ്സിലേക്ക് ആസ്പിറേറ്റ് ആയി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. സോ ഗാഗർ ഫ്ലക്സ് ഉള്ള പേഷ്യൻസില് അല്ലെങ്കിൽ കോൺഷ്യസ് ആയുള്ള പേഷ്യൻസിൽ നമ്മൾ OPAs യൂസ് ചെയ്യത്തില്ല. ഓക്കെ, ഈ ഒരു ഗാഗർ ഫ്ലക്സ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ടങ് ഡിപ്രസർ യൂസ് ചെയ്തിട്ട് ആദ്യം ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് നോക്കും. പേഷ്യന്റ് ഗാഗർ ഫ്ലക്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇനി എങ്ങനെയാണ് OPAs ഇൻസേർട്ട് ചെയ്യുന്നത്? നമ്മൾ എപ്രോപ്രിയുള്ള സൈസിലുള്ള OPA എടുക്കുക. നമ്മൾ ആ ഒരു OPAയുടെ ഇമേജ് ഞാൻ ഇവിടെ കാണിച്ചില്ല കേട്ടോ. അത് നമ്മൾ നേരെ തിരിച്ച് പിടിച്ചിട്ട് മുകളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അത് നമ്മുടെ പാലറ്റിന് അതിന്റെ ടിപ്പ് ഫേസ് ചെയ്തിട്ട് നമ്മൾ അത് ഇൻസേർട്ട് ചെയ്യും. അങ്ങ് അറ്റത്ത് എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഉൾട്ടടിക്കും. 180 ഡിഗ്രി നമ്മൾ തിരിക്കും. അത് നമ്മൾ പ്രോപ്പറായിട്ട് പ്ലേസ് ആവും. ഇനി അടുത്തതാണ് NPA, നാസോഫാരിഞ്ചൽ എയർവേ. പേര് പോലെ തന്നെ മൂക്കിലൂടെ ഇൻസേർട്ട് ചെയ്യുന്ന എയർവേ അഡ്വൻസിനെയാണ് NPAs എന്ന് വിളിക്കുന്നത്. ഇതും പല സൈസസിലുണ്ട്. ഇന്ന് സൈസ് സെലക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നോസിന്റെ ഈ ഒരു ടിപ്പ് നിന്ന് ഇയർ ലോബ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ആ ഒരു അളവിലുള്ള NPAs ആയിരിക്കണം നമ്മൾ ആദ്യം വെച്ച് മെഷർ ചെയ്യും. എന്നിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൈസ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. നമ്മൾ ഇതിന്റെ ഇൻഡിക്കേഷൻസ് നോക്കുവാണെങ്കിൽ എയർവേ ത്രെട്ടൻഡ് ആയിട്ടുള്ള കോൺഷ്യസ് പേഷ്യന്റ്, ഗാഗർ ഫ്ലക്സ് ഒക്കെയുള്ള കോൺഷ്യസ് പേഷ്യൻസിലാണ് നമ്മൾ NPAs യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻ നോക്കുവാണെങ്കിൽ ഒരു ട്രോമയില് ഫേഷ്യൽ ട്രോമ അല്ലെങ്കിൽ ഫേഷ്യൽ ബോൺ ഫ്രാക്ചർ, ഫേഷ്യൽ ഇഞ്ചുറീസ് ഒക്കെ ഉള്ള പേഷ്യൻസിൽ നമ്മൾ ഇത് അവോയ്ഡ് ചെയ്യും. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കോൺട്രാ ഇൻഡിക്കേഷൻ ബേസിലർ സ്കൾ ഫ്രാക്ചർ ആണ്. എങ്ങനെയാണ് ബേസിലർ സ്കൾ ഫ്രാക്ചർ ഐഡന്റിഫൈ ചെയ്യുന്നത്? മെയിൻ ആയിട്ടുള്ള സിംറ്റം നമ്മുടെ ചെവിയിലൂടെയും മൂക്കിലൂടെയൊക്കെ CSF ഫ്ലൂയിഡ് വരുന്നതാണ്. പിന്നെ ബാറ്റിൽ സൈൻ നോക്കണം ചെവിയുടെ പുറകിലായിട്ട്, അല്ലെങ്കിൽ ഹെർക്കൂണായിട്ട്. ഇവിടെ ഇമേജ് കാണിച്ചു തരാം കേട്ടോ. അപ്പോഴിതൊക്കെയാണ് ബേസിലർ സ്കൾ ഫ്രാക്ചറിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ്. ഈ ഒരു കേസസിൽ നമ്മൾ ഈ ഒരു NPAs യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഇങ്ങനത്തെ കേസസിൽ NPAs യൂസ് ചെയ്യുമ്പോൾ അത് നേരെ പോയിട്ട് ഈ ഒരു ഓപ്പൺ ആയിരിക്കുന്ന ബേസിലർ സ്കൾ ഫ്രാക്ചർ ഏരിയയിലൂടെ ഉള്ളിലേക്ക് കടന്നിട്ട് നേരെ ബ്രെയിനിലേക്കായിരിക്കും ഈ ഒരു ഓക്സിജൻ ഇങ്ങനെ അടിച്ച് കയറ്റുന്നത്. അത് ഭയങ്കരമായിട്ടുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് വഴി നയിക്കും. ഇനി NPAs എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? NPA എടുക്കുക, നമ്മൾ ലൂബ്രിക്കന്റ് അപ്ലൈ ചെയ്യണം. ഇതിൽ ഈ ഒരു ജെല്ലി അപ്ലൈ ചെയ്യണം. എന്നിട്ട് മാത്രമേ ഇത് ഇൻസേർട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം കോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസിലൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉള്ളിലേക്ക് കയറ്റുന്ന സമയത്ത് പേഷ്യന്റിന് ഭയങ്കര ഡിഫിക്കൽട്ടി ഉണ്ടാവും. പിന്നെ നമ്മൾ റീസെന്റ് സർജറി കഴിഞ്ഞിട്ടുള്ള നോസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഹോൾ ഉണ്ടാവല്ലോ, അത് അവോയ്ഡ് ചെയ്യണം. എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉള്ള നാസൽ പോളിപ്പ് പോലുള്ള എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉള്ള നോസ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് മറ്റേ ഓപ്പോസിറ്റ് നോസിലൂടെ വേണം ഇത് കയറ്റാൻ വേണ്ടിയിട്ട്. NPAയുടെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ നാസൽ സെപ്റ്റത്തിൽ ടച്ച് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. ആ ഓപ്പൺ ആയിട്ടുള്ള ഏരിയനെ ബെവൽ എന്നാണ് വിളിക്കുന്നത്. ഒരു റൊട്ടേറ്റിംഗ് മോഷനിൽ ഇൻസേർട്ട് ചെയ്തിട്ട് പോയിട്ട് അവിടെ ഉള്ളിൽ ഫുള്ളായിട്ട് കയറ്റി വെക്കുക. സോ ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ട് OPAയും NPAയും പറ്റിയുള്ള കാര്യങ്ങൾ വരുന്നത്. സോ ഗൈസ്, ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നത്. സൈനിങ് ഓഫ്, ബൈ.